ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു കത്തി നിൽക്കുന്ന വിഷയം ഈ NSSൻ്റെ നിലപാടാണ്. NSS സമദൂരം കൈവെടിഞ്ഞ് ശരിദൂരം സ്വീകരിച്ചു എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഇപ്പോഴാണ് അവർ ശരിയായ ദൂരത്തെത്തിയത് എന്ന് വെച്ചാൽ അന്ധമായി വളരെ ഏകപക്ഷീയമായി കണ്ണടച്ച് ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന നിലപാടിലേക്ക് പൊടുന്നനെ സുകുമാരൻ നായർ വന്നിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും കുടുംബപരവുമായ താല്പര്യമാണ് എന്ന് ആക്ഷേപിക്കപ്പെടുന്നുണ്ട്. NSSനകത്ത് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. പല കരയോഗങ്ങളും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ഭാഗം. രണ്ട്, NSSൻ്റെ പിന്തുണ SNDP യോഗത്തിൻ്റെ പിന്തുണയും രണ്ട് പ്രമുഖ ജാതി സംഘടനകളുടെയും ജാതി മേധാവികളുടെയും പിന്തുണ യാതൊരു ലജ്ജയുമില്ലാതെ ഇടതുപക്ഷം പേറി നടക്കുമ്പോൾ അവരെ രണ്ടു കൂട്ടരെയും ഒരുപോലെ വാഴ്ത്തിക്കൊണ്ട് രണ്ട് കൈയിലും ഒരാളെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ട് നടക്കുമ്പോൾ ഒരാളെ അരമനയിൽ ചെന്ന് നിരന്തരമായി മന്ത്രിമാർ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണെന്ന് നമുക്ക് പരസ്പരം ഒന്ന് ചർച്ച ചെയ്യാലോ. തിരുവിതാംകൂറിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ ഹൃദയഭാഗത്ത്, തെക്കൻ മീൻസ് ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ ഹൃദയഭാഗത്ത് അടൂരിൽ ജീവിക്കുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ പ്രശാന്ത് സാർ എങ്ങനെ കാണുന്നു ഇതിനെ? ഇല്ല, അതിന് ആദ്യമായിട്ട് എന്നെക്കാട്ടി കൂടുതൽ ഈ കാര്യങ്ങളെ പറ്റി ഗൗരവത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാനൊരു ഭാഗം, അദ്ദേഹം വേറെ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അല്ലെങ്കിൽ നായന്മാരുടെ വരവും അല്ലെങ്കിൽ ഈ ഈഴവൻ അല്ലെങ്കിൽ പിന്തുണ കൊടുക്കുന്നതിനകത്തും CPMൻ്റെ പഴയ ഒരു കാഴ്ചപ്പാടും ഇപ്പോഴത്തെ ഈ രീതിയും എത്രത്തോളം അടുത്ത 2026 ഗുണം ചെയ്യുന്ന സാറിൻ്റെ ഒരു വിലയിരുത്തൽ, സാറിൻ്റെ അഭിപ്രായം പറഞ്ഞ ശേഷം എൻ്റെ അഭിപ്രായം ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയാം. എൻ്റെ നിലപാട് രണ്ട് തരത്തിൽ ഇത് അപകടം ഉണ്ടാക്കുന്നു. ഒന്ന്, ജാതി മേധാവികളെ അന്ധമായി പിന്തുണക്കുന്ന ഒരു ഇടതുപക്ഷത്തിനെ പരമ്പരാഗത ഇടതുപക്ഷ വോട്ടുകൾ, ശുദ്ധ സെക്കുലർ വോട്ടുകൾ കൈയൊഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.